നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ലോകമെമ്പാടുമുള്ള വ്യവസായ സ്ഥാപനങ്ങളെ ബാധിച്ച ക്രൗഡ്സ്ട്രൈക്ക് മൈക്രോസോഫ്റ്റ് ഔട്ടേജിനെക്കുറിച്ചാണ്. ഈ സംഭവം സൈബർ സുരക്ഷയുടെ പ്രാധാന്യം വീണ്ടും ഉയർത്തിക്കാട്ടി. 2024 ജൂലൈയിൽ സംഭവിച്ച ഈ ഔട്ടേജ് മൂലം ലോകമെമ്പാടുമുള്ള നിരവധി വിമാന സർവീസുകൾ തടസ്സപ്പെടുകയും അനേകം എന്റർപ്രൈസ് വിൻഡോസ് PCകളിൽ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് അഥവാ BSOD പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ ഉപയോഗിക്കുന്ന വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ഇത് ബാധിച്ചില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് വീട്ടിലെ കമ്പ്യൂട്ടറുകൾ സുരക്ഷിതമായിരുന്നത്? കാരണം വളരെ പ്രധാനമാണ്. ക്രൗഡ്സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സൊല്യൂഷൻ എന്ന സുരക്ഷാ സംവിധാനം വലിയ തോതിൽ ലൈസൻസുകൾ വാങ്ങുന്ന കമ്പനികളിൽ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. സാധാരണ ഉപയോക്താക്കൾക്ക് ഇത് ലഭ്യമായിരുന്നില്ല. ക്രൗഡ്സ്ട്രൈക്ക് എന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാം. 2012 സ്ഥാപിതമായ ഈ കമ്പനി ആസ്ഥാനം ടെക്സാസിലെ ഓസ്റ്റിനിലാണ്. വോബർഗ് പെങ്കസ് എന്ന പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ പിന്തുണയോടെയാണ് ക്രൗഡ്സ്ട്രൈക്ക് ആരംഭിച്ചത്. അവരുടെ പ്രധാന ലക്ഷ്യം ബിസിനസ്സുകളുടെ ബൗദ്ധിക സ്വത്ത് സംരക്ഷിക്കുകയും ഡാറ്റ മോഷണം തടയുകയും ചെയ്യുക എന്നതാണ്. മൈക്രോസോഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായി ക്രൗഡ്സ്ട്രൈക്ക് അവരുടെ ഫാൽക്കൺ പ്ലാറ്റ്ഫോം വ്യക്തികൾക്കല്ല, കമ്പനികൾക്ക് മാത്രമാണ് വിൽക്കുന്നത്. എന്നാൽ വർക്ക് ഫ്രം ഹോം ജീവനക്കാർക്കായി ഫാൽക്കൺ പ്രിവെന്റ് എന്നൊരു പ്ലാറ്റ്ഫോം അവർ നൽകുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും ഒരു വ്യക്തിഗത PC സുരക്ഷാ സംവിധാനമല്ല. ഇപ്പോൾ നമുക്കറിയാവുന്നത് വിൻഡോസ് സിസ്റ്റങ്ങളിലെ ഒരു ക്രൗഡ്സ്ട്രൈക്ക് അപ്ഡേറ്റ് ആണ് ഈ ഔട്ടേജിന് കാരണമായത് എന്നാണ്. ഇത് വ്യാപകമായി ബിസിനസ്സുകളെ ബാധിച്ചു. എന്നാൽ ഗൂഗിൾ, AWS തുടങ്ങിയ ക്ലൗഡ് ഇക്കോസിസ്റ്റംകളെ ഇത് ബാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ സംഭവം വീണ്ടും ഒരു പഴയ ചോദ്യം ഉയർത്തുന്നു: ഓപ്പൺ സോഴ്സ് ലിനക്സ് ഇക്കോസിസ്റ്റംകൾ ക്ലോസ് ലൂപ്ഡ് വിൻഡോസ് സിസ്റ്റങ്ങളെക്കാൾ മെച്ചമാണോ? ഈ ചർച്ച സാങ്കേതിക ലോകത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ്. ക്രൗഡ്സ്ട്രൈക്ക് ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ കഠിനമായി പ്രയത്നിക്കുകയാണ്. ബാധിക്കപ്പെട്ട എന്റർപ്രൈസ് സിസ്റ്റങ്ങൾ സാവധാനം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. മൈക്രോസോഫ്റ്റും നിഷ്ക്രിയമായിരുന്നില്ല. അവർ ഒരു വിൻഡോസ് റിപ്പയർ ടൂൾ പുറത്തിറക്കി. ഇത് ബാധിക്കപ്പെട്ട സിസ്റ്റങ്ങളിൽ നിന്ന് ക്രൗഡ്സ്ട്രൈക്ക് ഡ്രൈവർ നീക്കം ചെയ്യും. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സൈബർ സുരക്ഷയുടെ പ്രാധാന്യമാണ്. കമ്പനികൾ അവരുടെ സിസ്റ്റങ്ങൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും സുരക്ഷാ നടപടികൾ കർശനമാക്കുകയും വേണം. അതേസമയം സാധാരണ ഉപയോക്താക്കളും അവരുടെ വ്യക്തിഗത കമ്പ്യൂട്ടറുകളിൽ നല്ല ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുകയും സിസ്റ്റം അപ്ഡേറ്റുകൾ സമയബന്ധിതമായി നടത്തുകയും വേണം. കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം.